Hello friends, welcome back to Lekshmi's Kitchen and Creations. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോൺ വെജ് റെസിപ്പിയാണ്. പഞ്ചാബി ഡാബ ചിക്കൻ കറി. വളരെയധികം ഡിലീഷ്യസ് ആണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയ്ക്ക് നല്ല മണവും രുചിയൊക്കെയാണ് ഈ ചിക്കൻ കറിക്ക്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ആഴ്ചയിൽ 2 ദിവസം ഞാൻ റെസിപ്പി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ റെസിപ്പീസൊക്കെ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഡിഷായിട്ടുള്ള പഞ്ചാബി ഡാബ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമ്മൾക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസസ് ഏകദേശം 500 ഗ്രാം അഥവാ 1/2 കിലോ ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതിലേക്ക് ഇച്ചിരി നന്നായിട്ട് ഹീപ്പായിട്ടുള്ള 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. എന്നിട്ട് നമ്മൾക്ക് ഫ്രിഡ്ജിൽ 1/2 മണിക്കൂറോളം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു രാത്രി മൊത്തം വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജ് വെക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ എടുത്ത ശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല ബ്രൗൺ ആവുന്നിടം വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ ഇടണം. എന്നിട്ട് അതിൻ്റെ ഫ്ലെയിം ഏകദേശം ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കണം. ഇതിൽ നിന്ന് വെള്ളമൊന്നും അധികം ഇറങ്ങി വരരുത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്രേവി തയ്യാറാക്കുന്നതിന് ഒരു ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് മസാലാസ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ വലിയൊരു പീസ് കറുവാപ്പട്ട ചെറുതായി മുറിച്ചത്, അതുപോലെ തന്നെ ബേ ലീവ്സ് 2 എണ്ണം, ഉണക്കമുളക് 1 എണ്ണം, അതുപോലെ ചതച്ച ഏലക്കായ 4 എണ്ണം, 3 ഗ്രാമ്പു എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സ്പൈസസ് ഒക്കെ ഇടുന്നതുകൊണ്ട് ഈ ചിക്കൻ കറിക്ക് അപാര സ്മെല്ലാണ്. നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടി ഈ സ്മെല്ല് അങ്ങോട്ട് വിടാമായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല സ്മെല്ലായിട്ടുള്ള ഒരു ഡിഷാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. 2 മീഡിയം സവോളയാണ് ചേർത്തിരിക്കുന്നത്. നാട്ടിലെ സവോളയാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 3 സവോളയെങ്കിലും വേണ്ടി വരും. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് വഴണ്ട് കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേജിൽ ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഏകദേശം 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇത് ഫ്രഷ് ആയിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ജീരകപ്പൊടി 1 ടീസ്പൂൺ ഇവ ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലാസിൻ്റെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
ഇങ്ങനെ ചെയ്യുന്നത് ഈ ചിക്കന് നല്ലൊരു കളർ കൊടുക്കും, അതുപോലെ തന്നെ നല്ലധികം രുചിയും കൊടുക്കുന്നതായിരിക്കും. ഇതിലേക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പ്യൂരി ചെയ്ത ഒരു ടൊമാറ്റോ പ്യൂരിയും കൂടെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് 2 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ തക്കാളിയും അതുപോലെ തന്നെ മസാലാസൊക്കെ നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ കൂടുതലിടാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഈ മസാലയിൽ കിടന്നിട്ട് ഈ ചിക്കൻ നന്നായിട്ട് വഴണ്ട് നല്ല ഡ്രൈ ആയിട്ട് ഒരുമാതിരി ഡ്രൈ ആയി ബ്രൗൺ ആയിട്ട് വരണം. അതുവരെ നമ്മൾ ഈ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ നോക്കൂ, നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യമുള്ള വെള്ളം ഒഴിച്ച ശേഷം ഇളക്കിയിട്ട് നമ്മൾക്ക് കവർ ചെയ്ത് ഏകദേശം 10 തൊട്ട് 15 മിനിറ്റ് വരെ, നിങ്ങളുടെ ചിക്കൻ്റെ വേവ് അനുസരിച്ച് സമയം കൂടും. ഇവിടുത്തെ ചിക്കൻ പെട്ടെന്നൊക്കെ വെന്ത് കിട്ടും. അതുകൊണ്ട് 10 മിനിറ്റോളം ഞാൻ അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ആവശ്യമുള്ള വെള്ളം ചേർക്കുക. ഉപ്പ് വേണമെന്ന് നോക്കുക. വേണമെങ്കിൽ ഉപ്പ് കൂടി ചേർക്കേണ്ടതാണ്. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞു. നോക്കൂ, നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഈ കുക്ക് ചെയ്യുമ്പോഴുള്ള മണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കര അടിപൊളി സ്മെല്ലാണ്. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഏകദേശം 2 ടീസ്പൂണോളം കസൂരി മേത്തി അഥവാ ഫെനുഗ്രീക്ക് ലീവ്സ് നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും നല്ല ധാബയിലൊക്കെ കിട്ടുന്ന പോലത്തെ അടിപൊളി ചിക്കൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ഈ ധാബ ചിക്കൻ കറി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ സൗണ്ട് ഇച്ചിരി ജലദോഷവും തൊണ്ടവേദനയൊക്കെയാണ്, അതാണ് ഇങ്ങനെ സൗണ്ട് ഇരിക്കുന്നത്. അതുപോലെ ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം തൈരിട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇത് റൂം ടെമ്പറേച്ചറിലാണ് ഈ തൈര്. അതുപോലെ തന്നെ നമ്മളുടെ ഫ്ലെയിമും വളരെയധികം കുറച്ച് വെക്കണം നമ്മൾ തൈര് ചേർക്കുമ്പോൾ, ഇല്ലെങ്കിൽ തൈരെല്ലാം കൂടെ പിരിഞ്ഞു പോകും. അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിച്ച് വേണം തൈര് നമ്മൾ ചേർക്കുവാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1-2 മിനിറ്റ് കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾക്കിതിനകത്തേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം നമ്മൾക്ക് ഒന്ന് ഇളക്കി 1-2 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ട് കിട്ടും. നാൻ, അതുപോലെ തന്നെ ജീര റൈസ്, ചപ്പാത്തി, റോട്ടി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ റെസിപ്പി അടിപൊളിയാണ്. അതുപോലെ തന്നെ വെറുതെ വേണമെങ്കിലും കഴിക്കാനും വളരെയധികം ടേസ്റ്റിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും സജഷൻസും എന്നെ എഴുതി അറിയിക്കുക. നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം. നോക്കൂ, നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള നല്ല യമ്മി ചിക്കൻ കറിയാണിത്. പഞ്ചാബി ധാബ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നാനിൻ്റെ കൂടെയും റോട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എന്നിട്ട് നിങ്ങളുടെ ആ കമൻസ് കൂടെ എന്നെ എഴുതി അറിയിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് നമ്മളുടെ ധാബ സ്റ്റൈൽ പഞ്ചാബി ചിക്കൻ കറി വച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Stay positive and be happy. Thank you for watching my channel and thank you for your support.